നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനി സോനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആൺ സുഹൃത്ത് റമീസിന്റെ ഉപ്പയെയും ഉമ്മയെയും ഇന്ന് ചോദ്യം ചെയ്യും. ഇരുവരെയും കേസിൽ പ്രതികളാക്കാൻ സാധ്യത ഏറെയാണ്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കും. അതേസമയം റമീസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് ആലോചനയിൽ ഇല്ലെന്നും പോലീസ് വ്യക്തമാക്കി. റമീസിനെ ഇന്നലെ രാത്രി റിമാൻഡ് ചെയ്തു. സോനയുടെ മുഖത്ത് അടിയേറ്റതായും ചുണ്ടുകൾക്ക് പരിക്കുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. സോനയുടെ ആത്മഹത്യ കാരണം റമീസിന്റെ അവഗണനയാണ് എന്ന് പോലീസ് പറയുന്നു. മതം മാറാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് സോനയെ റമീസ് അവഗണിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ സോന വിളിച്ചിട്ടും റമീസ് ഫോൺ എടുത്തില്ല. ഫോണിലൂടെ താൻ മരിക്കാൻ പോവുകയാണ് എന്ന് റമീസിന് സോന വെള്ളിയാഴ്ചയാണ് മെസ്സേജ് അയച്ചത്. പോയി മരിച്ചോളാൻ റമീസ് പറയുകയും ചെയ്തു. രജിസ്റ്റർ വിവാഹം കഴിച്ച വാടക വീട്ടിലേക്ക് താമസം മാറ്റാമെന്ന് പറഞ്ഞെങ്കിലും റമീസ് അവഗണിച്ചു. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒപ്പം തന്നെ നിൽക്കണമെന്ന നിർബന്ധവും പിടിച്ചു. സോനയ്ക്ക് റമീസിനോട് കടുത്ത പ്രണയമായിരുന്നുവെന്നും പോലീസ് പറയുന്നു. റമീസിന്റെ ഫോൺ വിവരങ്ങൾ സോനയ്ക്ക് അറിയാമായിരുന്നു. റമീസ ഇന്റർനെറ്റ് വഴി അന്യ സ്ത്രീകളുമായി സെക്സ് ചാറ്റ് നടത്തിയതിന്റെ വിവരങ്ങളും സോനയ്ക്ക് കിട്ടിയിരുന്നു. ഇതും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി എന്നും പോലീസ് വ്യക്തമാക്കി. റമീസുമായി ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ തീരുമാനം. റമീസിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഇരുവരും തമ്മിലുള്ള തർക്കങ്ങളുടെ വാട്സ്ആപ്പ് ചാറ്റുകളും മറ്റും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മർദ്ദനത്തിന്റെയും മതം മാറിയതിന്റെയും കാര്യം ഈ ചാറ്റുകളിൽ വ്യക്തമാണ്. ആലുവയിലെ സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് സോനയും റമീസും ഇഷ്ടത്തിലാകുന്നത്. ഏതാനും വർഷം മുൻപാണ് റമീസിന്റെ കുടുംബം അലങ്ങാട് പാനൈക്കുളം ഭാഗത്ത് താമസം തുടങ്ങിയത്. ഇറച്ചിവെട്ടാണ് പിതാവ് റമീസിന്റെ ജോലി. പലയിടങ്ങളിലായി ഇറച്ചി സ്റ്റാളുകളുണ്ട്. ഇടയ്ക്ക് റമീസും ഇറച്ചി വെട്ടാനായി പോകാറുണ്ടായിരുന്നു. കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്നും നാട്ടുകാർ പറയുന്നു. TTC വിദ്യാർത്ഥിനിയും റമീസും തമ്മിൽ ഇഷ്ടത്തിലായതിനെ തുടർന്ന് കുടുംബങ്ങൾ ഇടപെട്ട വിവാഹാലോചന നടത്തിയിരുന്നു. എന്നാൽ വിവാഹം നടക്കണമെങ്കിൽ മതം മാറണമെന്നും റമീസിന്റെ കുടുംബം ആവശ്യപ്പെട്ടതാണ് TTC വിദ്യാർത്ഥിനിയുടെ അമ്മയും സഹോദരനും പറയുന്നത്. മതം മാറാൻ സമ്മതമാണ് എന്ന വിദ്യാർത്ഥിനി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ചേരാനല്ലൂരിലെ ലോഡ്ജിൽ വെച്ച് അനാശാസ്യ പ്രവർത്തിക്ക് റമീസ് പോലീസിന്റെ പിടിയിലായത്. തുടർന്ന് മതം മാറാൻ സാധിക്കില്ല എന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും വിദ്യാർത്ഥിനി നിലപാടെടുത്തു. ഇക്കാര്യം ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. റമീസിന് മറ്റ് സ്ത്രീകളുമായും ബന്ധമുണ്ടെന്നായിരുന്നു നാട്ടുകാർ പറയുന്നത്. രജിസ്റ്റർ വിവാഹം കഴിക്കാനാണെന്ന് പറഞ്ഞാണ് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് റമീസ് വിദ്യാർത്ഥിനിയെ വിളിച്ചുകൊണ്ടുപോയതെന്ന് അമ്മ പറയുന്നു. എന്നാൽ തന്റെ വീട്ടിലേക്കാണ് റമീസ് കൊണ്ടുപോയത്. വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നായിരുന്നു സുഹൃത്തായ റമീസിന്റെയും കുടുംബത്തിന്റെയും നിർബന്ധമെന്നും ഇതിനിടെ രജിസ്റ്റർ വിവാഹം നടത്താമെന്ന് പറഞ്ഞ് റമീസ് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തുവെന്നും റമീസിന്റെ വീട്ടിൽ കൊണ്ടുപോവുകയും മതം മാറാനായി നിർബന്ധിക്കുകയായിരുന്നുവെന്നും ഇമോറൽ ട്രാഫിക്കിന് റമീസിനെ പിടിച്ചത് ക്ഷമിച്ചുവെന്നും എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. മതം മാറില്ല എന്ന് പറഞ്ഞ് എന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുപോയതിനു ശേഷം അവന്റെ വീട്ടിൽ എത്തിക്കുകയും മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് പറയുകയും ചെയ്തു. മതം മാറാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും പിന്നെയും റമീസും കുടുംബവും തന്നോട് ക്രൂരത തുടർന്നു. ചെയ്ത തെറ്റിന് കുറ്റബോധമോ എന്നോട് സ്നേഹമോ കാട്ടിയില്ല. എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി. ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുകയാണ് ആ കുട്ടി. വീട്ടിലെത്തിയ ഉടൻ മതം മാറണമെന്നും ഇതിനായി പൊന്നാനിയിൽ പോകാൻ വാഹനം തയ്യാറാണെന്നും റമീസ് പറഞ്ഞെന്നും സമ്മതിക്കാത്തതുകൊണ്ട് മർദ്ദിച്ചെന്നും മുറിയിൽ പൂട്ടിയിട്ടെന്നും TTC വിദ്യാർത്ഥിനി പറഞ്ഞതായി സുഹൃത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. താൻ സഹോദരനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് തുറന്നുവിട്ടതെന്നും വിദ്യാർത്ഥിനി പറഞ്ഞതായി അമ്മ പറയുന്നു. റമീസിന്റെ കുടുംബക്കാരും സുഹൃത്തുക്കളുമെല്ലാം ഈ സമയം വീട്ടിലുണ്ടായിരുന്നുവെന്നും പറയുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷവും മതം മാറാൻ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് റമീസ് നിരന്തരം TTC വിദ്യാർത്ഥിനിയെ സമ്മർദ്ദത്തിലാക്കിയതായി സുഹൃത്തുക്കളും പോലീസും പറയുകയാണ്. ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ താൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു എന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. 3 മാസം മുമ്പ് വീടിനടുത്തുള്ള കുളക്കരയിൽ മരിച്ച നിലയിൽ TTC വിദ്യാർത്ഥിനിയുടെ പിതാവിനെ കണ്ടെത്തുകയായിരുന്നു. പിന്നാലെയാണ് ഈ കുട്ടിയുടെ മരണവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.